സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റ് സ്വന്തം നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ് ഗൈസ്. എൻജോയ് ചെയ്ത വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. വി ഗോ ഗൈസ്. അപ്പം കഴിഞ്ഞ വീഡിയോ ക്രിഞ്ചാന്ന് എനിക്ക് തോന്നി ഗൈസ്. അതുകൊണ്ട് ഇൻട്രോ ഒക്കെ മാറ്റി കഴിഞ്ഞ വീഡിയോയുടെ തമ്മനയിൽ എന്നെ കുളമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ വീഡിയോ തന്നെ എനിക്ക് കുറേ ബോറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഒത്തിരി വ്യത്യാസം വരുത്തിയപ്പെട്ട്. പിന്നെ ബൈ ദ വേ നമ്മുടെ ബേസിൻ്റെ പണി ഇന്ന് തുടങ്ങണം. അതിനായിട്ട് നമുക്ക് ഈ നിൽക്കുന്ന മരങ്ങൾ മൊത്തം ഒന്ന് വെട്ടിയിടണം. അതിനായിട്ട് ആവശ്യമായിട്ട് എനിക്ക് കുറച്ച് ജംഗിൾ വുഡ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ജംഗിൾ വുഡ് മൊത്തം വെട്ടിയെടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ജംഗിൾ വുഡൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗായ്സ്, അങ്ങനെ അതൊക്കെ ഞാൻ വെട്ടിയെടുത്ത് തീർത്തപ്പോണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു മരവും ഇതിൻ്റെ ബാക്കിലോട്ടുള്ള മറ്റൊരു മരവും ഞാൻ ഇവിടെ നിർത്തിയപ്പോണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അതവിടെ നിന്നോട്ടെ, എനിക്ക് വെട്ടാനൊരു മടിയുണ്ട്. അത് പിന്നെ ബൈ അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഐലൻഡിൻ്റെ ചുറ്റിനും ഒരു സർക്കിൾ പണിയണം. മീൻസ് ഇതിൻ്റെ ചുറ്റിനും ഈ കവറാവുന്ന ഐലൻഡ് മൊത്തം കവറാവുന്ന രീതിയിൽ ഒരു സർക്കിൾ പണിയണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം ഈ ഐലൻഡിൻ്റെ, എന്നാലേ സർക്കിൾ പണിയാൻ പറ്റും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചപ്പോണ്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഒരു ഏകദേശം ഒരു വര വരച്ചപ്പോണ്ട് അവിടുന്ന് പിന്നെ കണ്ടോ, അവിടുന്ന് നേരെ പിന്നെ പോയാൽ നേരെ വിട്ട് പിന്നെ അവിടെ ആയിട്ട് ഏകദേശം എന്താ ഈ ഒരു ഇതായിട്ട് വരും സെൻറ്റർ ബ്ലോക്ക്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചപ്പോണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തപ്പോണ്ട് അതിനുശേഷം നമുക്ക് ഈ സർക്കിളൊക്കെ ഒന്ന് വരയ്ക്കാം. അങ്ങനെ സർക്കിൾ വരച്ചെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ട്രൈഡൻറ്റ് കിട്ടിയപ്പോണ്ട് ഒരു ഡ്രൗണിയൊക്കെ വന്നു. ബെഡ് റോക്ക് എഡിഷൻ ലൈക്ക് ട്രൈഡൻ്റൊക്കെ എളുപ്പത്തിൽ കിട്ടും, അതെനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ട്രൈഡൻറ്റ് വെച്ചാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്കൊരു ട്രൈഡൻറ്റ് കിട്ടി. കിടില്ല ആ ട്രൈഡൻറ്റ് കിട്ടി ഗൈസ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എയർലി ഗെയിംസ് ഇത് മെൻറ്റ് ചെയ്യാനുള്ള ബെൻഡിങ് അങ്ങനെയുള്ള ബുക്കൊന്നുമില്ല. എന്നാലും ഇത് വലിയ എനിമീസ് ഒക്കെ വരുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം വലിയ ഉപകാരകരമായിട്ടൊന്നും വിൽക്കുന്നില്ല. ഞങ്ങൾ തീർത്തേക്കാം. ഓക്കെ ഗൈസ്, ഹിസ് ഡെഡ്. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ബേസിൻ്റെ ഫുള്ളൊന്ന് സെറ്റാക്കട്ടെ ഗൈസ്. മീൻസ് ഇതിൻ്റെ ചുറ്റിനും ഒരു സർക്കിളൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കട്ടെ. എന്തായാലും ഈ ട്രൈഡൻറ്റ് ഞാൻ പെട്ടിയിലോട്ട് വെക്കാം ഗൈസ്. സർക്കിളൊന്ന് വരച്ച് തീർന്നിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതാണ് നല്ല കാര്യം. ഓക്കെ ഗൈസ്, ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 9 ദിവസത്തിന് ശേഷമാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടത് ഏകദേശം ഏപ്രിൽ 3 അതിനുശേഷം ഞാൻ ഈ ബേസ് പണി കഴിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏപ്രിൽ 12 അങ്ങനെ സംതിങ് ഡേറ്റ് എങ്ങാണ്ടാണ്. 9 ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് കൂടുതലായി ഗൈസ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, ഇത് കാണിച്ചും കൂടി തരാം. എറൗണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പം 10 days 10ാമത്തെ ദിവസമാണ് ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടതിന് കാര്യം. ഫസ്റ്റ് റീസൺ എനിക്ക് സെക്കൻഡ് എപ്പിസോഡ് ഇടാൻ ഇത്ര ലേറ്റായതിൻ്റെ കാര്യം, എനിക്കങ്ങനെ മൊബൈൽ അങ്ങനെ കിട്ടാറില്ല. മീൻസ് എനിക്ക് മൊബൈൽ കിട്ടുമ്പോൾ തന്നെ എൻ്റെ അനിയനെ കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് സീനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദിവസം ഇങ്ങനെ നേരം ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എങ്ങനെ കിട്ടത്തുള്ളൂ. ആ ഒരു നേരം വെച്ചാണ് ഞാൻ ഇത്ര എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ കളിക്കുന്നത്. മീൻസ് വീഡിയോ ഗെയിം മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് പണി നല്ല സമയം എടുത്താണ് ചെയ്യുന്നത്. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ബേസ് പണി തീർത്തു ബേസ്. ഇതാണ് നമ്മുടെ ബേസ്. നിങ്ങൾ കണ്ട ആ ഒരു ഐലൻഡേ കണക്കല്ല ഗൈസ്, മൊത്തം പണിഞ്ഞ് കിക്കിടിലമാക്കി വെച്ചേക്കുക. കിക്കിടിലം ലൈക്ക് ആ ഒരു ഐലൻഡാണെന്നുള്ള രീതിയേ മാറിപ്പോയി. അമ്മാതിരി രീതിയിൽ ഞാൻ ഇപ്പോൾ ഇത് പണിഞ്ഞ് വെച്ചേക്കുവാണ് ഗൈസ്. കുറേയുള്ള കുഞ്ഞ് ഐലൻഡ് ഞാൻ ഇങ്ങനൊരു ഐലൻഡാക്കി മാറ്റിയപ്പോട്ടെ. പിന്നെ അതിൻ്റെ അങ്ങേ അറ്റത്തായിട്ടൊരു കുഞ്ഞ് ഐലൻഡ് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ എനിക്ക് നെതർ പോർട്ടൽ വരുമ്പോൾ നെതറിലെ 6 ബയോംസ് അതെനിക്ക് അവിടെ കൊണ്ടുവരാനാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്ര എനിക്ക് പണിയാൻ തന്നെ 10 days എടുത്തൊരു റീസൺ. അത് നല്ല സമയം എടുക്കും ഗൈസ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ആരെയല്ല എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ബേസ് മൊത്തം ഇവിടെ റിസോഴ്സസ് ഗ്യാതറിങ്ങിന് തന്നെ നല്ല സമയം എടുത്തു. ലൈക്ക് ഡീപ് സ്ലേറ്റ് കോൺക്രീറ്റിനായിരുന്നു നല്ല പാട്. അതുകൊണ്ട് കോൺക്രീറ്റ് ഗ്യാതർ ചെയ്യാൻ തന്നെ നല്ല ടൈം എടുത്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ സമയം എടുത്തു. ഏകദേശം ഒരു ദിവസം ചിലപ്പോൾ 40-45 മിനിറ്റ് മാക്സിമം കിട്ടും. അപ്പോഴത്തെ മൊബൈലിൽ ചാർജ് ചെയ്യും. പിന്നെ കുത്തിയിടും, ചാർജർ പോയി മൊബൈലിൽ. അതുകൊണ്ട് പിന്നെ അല്ലാതെ കുറേ വയറൊക്കെ മുറിച്ച് ഞാൻ കണക്ഷനൊക്കെ കൊടുത്തു. അങ്ങനെ അത് പയ്യേ കയറത്തുള്ളൂ. അങ്ങനെ പിന്നെ കുറേ ടൈം എടുത്ത് പിന്നെ കുറേ നേരത്തിന് ശേഷമാണ് ഇത്രയും പണിയുന്നത്. എനിക്കിപ്പോൾ നല്ല ഹാപ്പി ഉണ്ട്.
പിന്നെ നമുക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ തോന്നുന്ന ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചെന്നാണ് അറിഞ്ഞൂടാ. നമുക്കൊരു തത്തക്കുട്ടനെ കിട്ടിയപ്പോൾ പേരെന്തു ഇടണ്ടേന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വാൻഡറിങ് ട്രേഡർ വന്ന് എൻ്റെ ബോട്ട് ഇരുന്നു. ബോട്ട് ഇതോ അവിടെ ആയിട്ട് ഇരുന്നത്. പിന്നെ അവൻ അവിടുന്ന് ആ ബോട്ട് കറക്കി ഇതാ ഇവിടെ കൊണ്ടുവന്ന്. അവിടുന്ന് അങ്ങനെ ഈ ലാമകളെല്ലാം കൂടി വലിച്ച് ഇവനെ ഇവിടെ കൊണ്ടുവന്ന്, ഈ ലാമകൾ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു ഇത്രയല്ല. ആദ്യം ഈ ബോട്ട് ഇതൊന്നും അടുപ്പിച്ചെടുത്തില്ല. ഈ മാതിരി ബോട്ടുമായിട്ട് അങ്ങ് ഇതൊന്ന് ബഗ് റോക്ക് അടിച്ച. ഇറങ്ങട്ടെ ബോട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി ഗൈസ്. ഇവൻ്റെ കയ്യിലുള്ള ട്രേഡ് എന്തുവാന്ന് നോക്കട്ടെ. ഗൈസ്, ഇവൻ്റെ കയ്യിലുള്ള ട്രേഡ് എന്തെങ്കിലും നല്ലതാണോ എന്ന് നോക്കട്ടെ. ഓക്കെ, ലൈക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളും എല്ലാം ആണോ? ഇല്ല ഗൈസ്, നമുക്കിടയിൽ വിൽക്കാൻ പറ്റിയതൊന്നുമില്ല. വാങ്ങാൻ പറ്റിയത് ചെറിയ ബ്ലൗസുകൾ, അതിനുള്ള എമറാൾഡും കയ്യിലില്ല. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെ, ഇത് എടുക്കാനുള്ള ടൈം, സോറി ഫോർ ദ ടൈം ഒത്തിരി എടുത്തതിന്, സോറി ഫോർ ടൈം. പിന്നെ ഒന്നത്തെ കാര്യം ഫുഡിൻ്റെ സാമം മെലൻ കഴിച്ച് മടുത്ത്. പിന്നെ ഞാൻ കുറച്ച് മീനെ തല്ലിക്കൊന്നത്, ആ മീനെല്ലാം എടുത്തപ്പോൾ ഇതും ആകെ തീർന്ന്. അവസാനത്തെ 3-4 മീൻ അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ തിന്നിപ്പം ഈ 2 കോടങ്ങാണ്ടേ ഉള്ളൂ. ഇനി കുക്കുഡ് കോഡ്. ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു മൈനിങ് ഏരിയ ആയിട്ട് മാറ്റണം. ഇവിടെ ആയിട്ടൊരു മിഡീവൽ മൈനിങ് ടൈപ്പും പകുതി അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടായിരിക്കും. മീൻസ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഐലൻഡിൻ്റെ നടുക്ക് ഭാഗത്ത്, ഇപ്പം ഞാൻ നിൽക്കുന്നത് അവിടെ ആയിട്ടായിരിക്കും ബിൽഡ് വരുന്നത്. പിന്നെ അതിൻ്റെ പകുതി മോഡേൺ ടൈപ്പായിട്ട് മൈനിങ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ടൊരു കുഞ്ഞ വീട് പണിയണം. പിന്നെ ഇങ്ങോട്ടായിട്ട് നമ്മുടെ ഫാംസ്, ലൈക്ക് സൂപ്പർ സ്മെൽട്ടർ, ഷുഗർ കെയിന്, പിന്നെ ബാംബു, അങ്ങനെ കുറച്ചധികം തന്നെ ഫാംസ് പണിയണം. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അധികം എനിക്ക് വലിയ പ്ലാൻ ഇല്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പച്ചപ്പുള്ള സ്ഥലത്ത് പണിയാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇച്ചിരി ലൈക്ക് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഞാൻ ഈ വീഡിയോ ലേറ്റാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഈ വീഡിയോയിൽ പറഞ്ഞത്. അത് ഈ ബേസ് മണി തന്നെ ആയിരുന്നു കാര്യം. പിന്നെ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന് എന്നെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ താങ്ക്സ് ഗൈസ്. അപ്പം നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം. ഇത് എഡിറ്റ് ചെയ്തിപ്പോൾ തീരും. അപ്പം ശരി, എന്നാൽ ഇത്രയും കണ്ട എല്ലാ കൂട്ടർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യുക. ഇറ്റ്സ് മീ ലിയോ സൈനിങ് ഔട്ട്.